എല്ലാവർക്കും നമസ്കാരം. മദർഹുഡ് ഫാമിലിയോട്ട് സ്വാഗതം. എൻ്റെ പേര് ജോസ്മി. നിങ്ങൾ ആരെങ്കിലും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ബേബി ക്രീം, ബേബി ലോഷൻ, ബേബി സോപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ഹോം റെമഡീസ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന പാരൻസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പാരൻസ് ആണെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് കേട്ടതിന് ശേഷം മാത്രം കുഞ്ഞിന് വേണ്ടി ആ ഒരു സാധനം അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങാൻ പോവുക അല്ലെങ്കിൽ ഉപയോഗിക്കുക. അതർവൈസ് നമ്മുടെ കുട്ടികൾക്ക് എന്തിനു വേണ്ടിയിട്ടാണോ നമ്മൾ ആ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുക. സോ തീർച്ചയായും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം എന്താണ് കാര്യങ്ങൾ എന്ന് കുറച്ച് പോയിന്റുകളാണ് ഞാൻ പറയുന്നത്. അത് പറയുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ അവിടെ ഓൾ എന്ന് പറഞ്ഞു വരും, ആ ഓളിൽ പ്രസ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. തീർച്ചയായും ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാ പാരൻസിലോട്ടും നിങ്ങളൊന്ന് എത്തിച്ചു കൊടുക്കുക. കാരണം പലരും ഇതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ട് കുട്ടികളുടെ സ്കിന്നിന് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന പാരൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. നിങ്ങൾ ആരെങ്കിലും കുഞ്ഞിന് വേണ്ടി ഒരു ബേബി പ്രോഡക്റ്റ് വാങ്ങുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം, നോട്ട് ഓൺലി പ്രോഡക്റ്റ്, എന്തെങ്കിലും ഹോം റെമഡീസ് ആണെങ്കിൽ കൂടെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നാമത്തെ കാര്യം, നമ്മുടെ കുഞ്ഞിൻ്റെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം ഒരു പ്രോഡക്റ്റ് വാങ്ങുക അല്ലെങ്കിൽ ഒരു ഹോം റെമഡീസ് നിങ്ങൾ അപ്ലൈ ചെയ്യുക. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ മുതിർന്നവർക്കാണെങ്കിൽ തന്നെ പലതരത്തിലുള്ള സ്കിൻ ടൈപ്പ് ഉണ്ട്. ഡ്രൈ സ്കിൻ ഉണ്ട്, നോർമൽ സ്കിൻ ഉണ്ട്, കോമ്പിനേഷൻ സ്കിൻ ഉണ്ട്, ഓയിലി സ്കിൻ ഉണ്ട്, സെൻസിറ്റീവ് സ്കിൻ ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള സ്കിൻ നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ, ഒരു മോയ്സ്ചറൈസർ പോലും വാങ്ങുമ്പോൾ തന്നെയും അത് നമ്മുടെ കുഞ്ഞിൻ്റെ നമ്മുടെ സ്കിന്നിന് ചേർന്ന ഒരു പ്രൊഡക്റ്റ് അല്ലേ നമ്മൾ വാങ്ങത്തുള്ളൂ, അല്ലാതെ നമ്മൾ വാങ്ങാൻ നിൽക്കത്തില്ലല്ലോ. അതുപോലെ തന്നെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം. പ്രത്യേകിച്ച് നമ്മളെക്കാളും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്കിന്നിനാണ്. കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് നോർമലി അവർക്ക് ഒന്നെങ്കിൽ സെൻസിറ്റീവ് സ്കിൻ അല്ലെങ്കിൽ നോർമൽ സ്കിൻ അല്ലെങ്കിൽ ഡ്രൈ സ്കിൻ ആണ് കാണാറ്. പിന്നെ എക്സിമ എന്നൊക്കെ പറഞ്ഞൊരു കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങൾ വരാറുണ്ട്. അത് ഡ്രൈനെസ്സിനേക്കാളും കുറച്ചും കൂടി എക്സ്ട്രീം ലെവലിലോട്ട് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ നമ്മുടെ കുട്ടിയുടെ സ്കിൻ ടൈപ്പ് ഏതാണ് എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങുക. അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക, ഇപ്പോൾ ഡ്രൈ സ്കിന്നുള്ളൊരു കുട്ടി അല്ലെ പോട്ടെ, സെൻസിറ്റീവ് സ്കിന്നുള്ളൊരു കുട്ടി, ആ കുട്ടീനെ സംബന്ധിച്ചിട്ട് നമ്മൾ ആ കുട്ടിയുടെ സ്കിന്ന് സെൻസിറ്റീവ് ആണ് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പം സെൻസിറ്റീവ് ആയ ഒരു സ്കിന്നിലോട്ട് നമുക്ക് കിട്ടുന്ന നമ്മൾ മാർക്കറ്റിൽ കാണുന്ന ഒരു ചീപ്പ് റേറ്റ് എന്ന് കണ്ടു, അല്ലെങ്കിൽ നല്ലത് മറ്റുള്ളവർ പറയുന്നു ഇത് നല്ല പ്രോഡക്റ്റ് ആണെന്ന് പറഞ്ഞ് നിങ്ങൾ ആ പ്രോഡക്റ്റ് എടുത്ത് നമ്മുടെ കുഞ്ഞിൻ്റെ ദേഹത്ത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് റിയാക്ട് ചെയ്യാൻ തുടങ്ങും. കുട്ടികൾ റാഷസ് വരാൻ തുടങ്ങും, അതുപോലെ തന്നെ ഇച്ചിങ് വരാൻ തുടങ്ങും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കുട്ടികളിൽ വരും. അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നുള്ള കുട്ടികൾക്ക് ഡ്രൈ സ്കിന്നിന് വേണ്ടി തന്നെയുള്ള പ്രോഡക്റ്റുകളല്ല നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ സ്കിന്നിനും അത് സ്യൂട്ട് ആവത്തില്ല. അതിൻ്റെതായ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മുടെ കുഞ്ഞിൻ്റെ സ്കിന്നിന് വരാൻ സാധ്യതയുണ്ട്. ഇപ്പം നോർമൽ സ്കിന്നാണെങ്കിൽ നമുക്ക് ഏത് പ്രോഡക്റ്റും വേണമെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാം, പ്രശ്നമില്ല. പക്ഷേ ഈ രണ്ട് കാറ്റഗറിയുള്ള കുട്ടികളാണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞിന് ഒരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ ആ സ്കിൻ അനുസരിച്ചിട്ടുള്ളത് മാത്രം വാങ്ങുക. ഇപ്പോൾ ഡ്രൈ സ്കിൻ ആണെങ്കിൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുക, നമ്മൾ സെബാമെഡ് ബേബി പ്രോഡക്ട്സിലൊക്കെ ക്രീംസിനാണെങ്കിൽ തന്നെയും ലോഷൻസിലാണെങ്കിൽ തന്നെയും ദിസ് പ്രോഡക്റ്റ് ഫോർ ഡ്രൈ സ്കിൻ അല്ലെങ്കിൽ ദിസ് പ്രോഡക്റ്റ് ഫോർ സെൻസിറ്റീവ് സ്കിൻ അല്ലെങ്കിൽ ദിസ് ഫോർ ഓൾ സ്കിൻ ടൈപ്പ് എന്നൊക്കെ പറഞ്ഞ് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടിയുടെ സ്കിൻ ഏതാണ് എന്ന് കണ്ടാൽ ആ ഒരു ആ സ്കിൻ ഏതാണോ അതിനുള്ള പ്രോഡക്റ്റ് മാത്രം വാങ്ങുക. ഇപ്പോൾ ഡ്രൈ സ്കിൻ ആണോ സെൻസിറ്റീവ് സ്കിൻ ആണോ നമ്മുടെ കുട്ടിയുടെ സ്കിൻ നിങ്ങൾക്ക് അറിയാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും അത് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഐ-കാർഡിൽ ലിങ്ക് ഇട്ട് വെച്ചേക്കാം, നിങ്ങൾ നോക്കിക്കോ. എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. സെൻസിറ്റീവ് സ്കിൻ ആണെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ സ്കിന്നിൽ എപ്പോഴും എന്തെങ്കിലും റെഡ് പാച്ചസ് കാണാം, അല്ലെങ്കിൽ പിമ്പിൾസ് നിറയെ ഉണ്ടാകാം, സ്കിൻ ഇങ്ങനെ പൊളിഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം, ഇച്ചിങ് ആയിരിക്കും കുട്ടികൾക്ക് എപ്പോഴും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളാണെങ്കിൽ സെൻസിറ്റീവ് സ്കിന്നാണ്. ഇപ്പോൾ ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നോർമലി നമ്മുടെ കുഞ്ഞുങ്ങളെ തൊട്ട് കഴിയുമ്പോഴത്തേക്കും സ്കിന്നൊക്കെ ഭയങ്കര സോഫ്റ്റ് അല്ലേ. പക്ഷേ ഡ്രൈ സ്കിന്നുള്ള കുട്ടികളെ സംബന്ധിച്ച് നമ്മൾ തൊടുമ്പോൾ ഭയങ്കര ഹാർഡായിട്ടിരിക്കും, തൊടുമ്പോൾ തീരെ സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒന്ന് കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും സ്കിന്നിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ എന്തോ ഒരു നമുക്ക് എന്താണ് പറയുക, മുരിഞ്ചൊക്കെ വരിക എന്ന് പറയും പോലെയൊക്കെ ഒരു അവസ്ഥ കുഞ്ഞുങ്ങളുടെ സ്കിന്നിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ചില കുട്ടികളെ സംബന്ധിച്ച് കയ്യിലും കാലിലൊക്കെ മാത്രമായിരിക്കും ഡ്രൈനസ് ഉണ്ടാവുക, ഇങ്ങനെ വരണ്ട പോലെയൊക്കെ ഇരിക്കും. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയുള്ള ക്രീമുകളും മോയ്സ്ചറൈസറും നമ്മൾ ഉപയോഗിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഡ്രൈ സ്കിന്നിന് വേണ്ടി തന്നെ നിർമ്മിച്ചിരിക്കുന്ന പ്രോഡക്റ്റുകൾ മാത്രം നിങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ ഒന്നാമത്തെ കാര്യം പറഞ്ഞു, കുഞ്ഞിൻ്റെ സ്കിൻ ടൈപ്പ് അറിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു പ്രോഡക്റ്റ് വാങ്ങാനും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉപയോഗിക്കാനും പാടുള്ളൂ. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ കുഞ്ഞിൻ്റെ സ്കിന്ന് സെൻസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ മാർക്കറ്റിൽ കിട്ടുന്ന നിങ്ങൾക്ക് തോന്നുന്ന ഒരു പ്രോഡക്റ്റ് വാങ്ങി നിങ്ങൾ ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ ഒരു ഹോം റെമഡീസും കുട്ടിയുടെ ബോഡിയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യരുത്. ഒന്നാമത്തെ കാര്യം.
ഇതിൽ രണ്ടാമത്തെ കാര്യം പറയാനുള്ളത്, ഡ്രൈ സ്കിൻ ഉള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്കിൻ ഡ്രൈ ആക്കുന്ന എന്തെങ്കിലും ഹോം റെമഡീസ് അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അതും നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പം എക്സാമ്പിൾ പറയുവാണെങ്കിൽ അലോവേര എന്ന് പറയുന്നത് ഡ്രൈ സ്കിന്നുകാർക്ക് സ്കിൻ ഒന്നും കൂടെ ഡ്രൈ ആക്കുന്നതാണ്. അതുപോലെ തന്നെ എഗ് വൈറ്റ് എന്ന് പറയുന്നത് സ്കിന്ന് ഒന്നും കൂടെ ഡ്രൈ ആക്കുന്നതാണ്. ഇങ്ങനത്തെ എന്തെങ്കിലും സ്കിൻ ഡ്രൈ ആക്കുന്ന എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് നിങ്ങൾ കുട്ടികളുടെ ദേഹത്ത് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യരുത്. കാരണം അവരുടെ സ്കിന്ന് ഒന്നും കൂടെ ഡ്രൈ ആക്കാൻ കാരണമാകും. ഓക്കെ, അപ്പം സെൻസിറ്റീവ് സ്കിന്നുകാരെ സംബന്ധിച്ച് അവർക്ക് വേണ്ടി ഒരു ക്രീമും ലോഷനും ഒക്കെ നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒരു പീഡിയാട്രിക്കിനെ സന്ദർശിച്ച് അവരെ വിസിറ്റ് ചെയ്ത് ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഡോക്ടർ പറയുന്ന നല്ലൊരു ക്രീം, മോയ്സ്ചറൈസർ, ബേബി സോപ്പ് എല്ലാം ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമേ നിങ്ങളൊരു സെൻസിറ്റീവ് സ്കിന്നുള്ള കുട്ടികൾക്ക് നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ എക്സിമ എന്ന് പറഞ്ഞ ആ അവസ്ഥയൊക്കെയുള്ള കുട്ടികളാണെങ്കിൽ തന്നെ നിങ്ങൾ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങാൻ പാടുള്ളൂ. ഓക്കെ, ഇനി മൂന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം, എന്ത് പ്രൊഡക്റ്റും ആയിക്കോട്ടെ, എന്ത് ഹോം റെമഡീസും ആയിക്കോട്ടെ, അത് നിങ്ങൾ ഒരിക്കലും പാച്ച് ടെസ്റ്റ് ചെയ്യാതെ കുട്ടിയുടെ ഫുൾ ബോഡിയിലോട്ട് അപ്ലൈ ചെയ്യരുത്. എത്ര 100% പറഞ്ഞാലും ഈവൻ ഞാനാണെങ്കിൽ കൂടെയും പറയാറുണ്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുമെന്നുള്ളത്. പക്ഷേ നമുക്കറിയത്തില്ല നമ്മുടെ സ്കിന്ന് ഏത് വിധത്തിലാണ് റിയാക്ട് ചെയ്യുന്നതെന്നുള്ളത്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മളിപ്പോൾ ആരെങ്കിലും പറയുവാണ് ഇത് നല്ലതാണ്, അല്ലെങ്കിൽ നമ്മുടെ ഡാർക്ക് സർക്കിൾ മാറാൻ നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ സ്കിൻ അവർക്കത് നല്ലതായിരിക്കും, അവർ സത്യമായിരിക്കും പറയുന്നത്, അവരുടെ സ്കിന്നിന് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഞാനൊരു കാര്യം നിങ്ങളോട് പറയുമ്പം ഇത് എൻ്റെ സ്കിന്നിന് റിസൾട്ട് കിട്ടിയ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. എൻ്റെ സ്കിന്നല്ല എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാവരുടെയും സ്കിൻ ടൈപ്പ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാം നമുക്ക് റിസൾട്ട് കിട്ടണമെന്നില്ല, എല്ലാം ഒരുപോലെ തന്നെ നോർമൽ ആയിരിക്കണമെന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞിൻ്റെ സ്കിൻ ടൈപ്പ് നമുക്ക് അറിയാത്തത് കൊണ്ട്, അല്ലെങ്കിൽ സ്കിൻ എങ്ങനെയാണ് ആ ഒരു കാര്യത്തിനോട് റിയാക്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് അറിയാത്തത് കൊണ്ട് തന്നെ നമ്മൾ ആ സ്കിന്ന് ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യുക നമ്മുടെ കുട്ടിക്ക്. അതായത് കയ്യിലോ കാലിലോ കുറഞ്ഞത് 2 ദിവസമെങ്കിലും നമ്മൾ കുട്ടിയുടെ ദേഹത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രമേ, ഒരു ദിവസം 3 നേരം എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്യണം. ചിലർ പറയും ഒരു ദിവസം 1 മണിക്കൂർ നിങ്ങളൊന്ന് അപ്ലൈ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒരു ദിവസം നിങ്ങൾ നോക്കുക കുട്ടിയുടെ ദേഹത്ത് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഒരു തവണ നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമെന്നുള്ളത്. പക്ഷേ അത് എല്ലാ കുട്ടികളുടെയും കാര്യത്തിൽ കറക്റ്റ് അല്ല. ചില കുട്ടികളെ സംബന്ധിച്ച് 2 ദിവസമൊക്കെ എടുക്കും. നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് 2 ദിവസം അപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ അതിനകത്ത് എന്തെങ്കിലും പ്രശ്നം കുട്ടിക്കുണ്ടോ സ്കിന്നിനുണ്ടോ എന്നുള്ള അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ മാക്സിമം നിങ്ങൾ ഒരു 2 ദിവസം കുട്ടിയുടെ കയ്യിലോ കാലിലോ ഇതൊന്ന് അപ്ലൈ ചെയ്ത്, ഒരു ഹോം റെമഡി ആയിക്കോട്ടെ അല്ലെങ്കിൽ പുതിയൊരു ക്രീം ആയിക്കോട്ടെ, നിങ്ങളൊന്ന് അപ്ലൈ ചെയ്തിട്ട് കുഴപ്പമൊന്നും ഇല്ല എന്ന് കണ്ടെങ്കിൽ മാത്രമേ കുട്ടിയുടെ ഫേസിലോട്ടും ബാക്കിയുള്ള ബോഡിയിലോട്ടും നിങ്ങൾ ആ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ആ റെമഡി നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. മൂന്നാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത് ഹോം റെമഡീസ് അപ്ലൈ ചെയ്യുന്ന പാരൻസിനോടാണ്. നിങ്ങൾ ആരെങ്കിലും നമ്മുടെ കുഞ്ഞിൻ്റെ സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ടോ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയോ എന്തെങ്കിലും ഹോം റെമഡീസ് ഒക്കെ, ഒരുപാട് ഹോം റെമഡീസ് ഉണ്ട് കുട്ടികൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നത്. അത് നിങ്ങൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് ഫ്രഷ് ആണ്, പ്യുവർ ആണ് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ ഉപയോഗിക്കുക. ഇല്ലെങ്കിൽ അത് കുഞ്ഞുങ്ങളുടെ സ്കിന്നിന് പ്രശ്നമാകും. ഇപ്പം എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഓയിൽ വാങ്ങുമ്പോൾ, ഇപ്പം ആൽമണ്ട് ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ അല്ലെങ്കിൽ വെർജിൻ കോക്കനട്ട് ഓയിലൊക്കെ നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങുന്നതാണെങ്കിൽ അത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ബ്രാൻഡാണ്, അല്ലെങ്കിൽ അത് പ്യുവർ ആണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരുത്തുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഈ വെർജിൻ കോക്കനട്ട് ഓയിലൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. ആൽമണ്ട് ഓയിൽ നല്ല ബ്രാൻഡുകൾ നോക്കി നമ്മൾ വാങ്ങുക. റിഫൈൻഡ് ആയിട്ടുള്ള ഓയിലുകളൊക്കെ നമ്മുടെ കുഞ്ഞിൻ്റെ സ്കിന്നിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ സ്കിന്നിൽ അതിൻ്റെതായ റിയാക്ഷൻസും റാഷസും കാര്യങ്ങളും ഒക്കെ വരും. എല്ലാവർക്കും നല്ല, എന്നാൽ ചില കുട്ടികൾക്ക് വരികയും ചെയ്യും. അപ്പോൾ നമ്മൾ ഏറ്റവും നല്ലതായിരിക്കണം, ഏറ്റവും ഹൈ ക്വാളിറ്റി ഉള്ള സാധനം മാത്രമേ നമ്മുടെ കുട്ടിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കാവുള്ളൂ. ഒരിക്കലും അതിന് വേണ്ടി നമ്മൾ പൈസ ലാഭിക്കാൻ പോകരുത്. അതുപോലെ തന്നെ ഇപ്പം അലോവേര ജെൽ കുട്ടികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നവരുണ്ട്. ഇപ്പം മഞ്ഞൾ, കസ്തൂരി മഞ്ഞൾ അല്ലെങ്കിൽ നോർമൽ മഞ്ഞൾ കുട്ടികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നവരുണ്ട്. എഗ് വൈറ്റ്, ഇപ്പം ഞാൻ തന്നെ എഗ് വൈറ്റിൻ്റെ ഒരു മിക്സ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, അത് ഉപയോഗിക്കുന്നവരുണ്ട്. ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ, ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് നിങ്ങൾ ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, അലോവേര ജെല്ല് നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നത് മാക്സിമം ഉപയോഗിക്കാതിരിക്കുക കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അതിനകത്ത് എന്തൊക്കെയാണ് ചേർക്കുന്നത് നമുക്ക് അറിയത്തില്ല. പകരം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ അലോവേര ജെല്ല് ഒന്നെങ്കിലും ഉണ്ടാക്കി വെക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള
ഫ്രഷ് ആയിട്ടുള്ള അലോവേരയുടെ ജെല്ല് നിങ്ങൾ എടുത്തിട്ട് അത് കുട്ടിക്ക് വേണ്ടി ഉപയോഗിക്കുക. പിന്നെ മഞ്ഞളൊക്കെ ആണെങ്കിൽ തന്നെ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന മഞ്ഞൾ നിങ്ങൾ വാങ്ങി, മഞ്ഞൾ പൗഡർ നിങ്ങൾ വാങ്ങി ഉപയോഗിക്കാതെ നമ്മുടെ വീട്ടിൽ തന്നെ മഞ്ഞൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഉണക്കി പൊടിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും വീടുകളിൽ മഞ്ഞൾ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ, നാട്ടിൽ നിന്ന് നല്ല പ്യുവറായിട്ട് ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന മഞ്ഞൾ പൗഡറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുക. അതുപോലെ തന്നെ എഗ് വൈറ്റ് ഉപയോഗിക്കാൻ നേരത്തെ ശ്രദ്ധിക്കേണ്ട കാര്യം, നാടൻ മുട്ടയാണ് ഏറ്റവും നല്ലത്. മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന മുട്ട എങ്ങനെയാണെന്നൊന്നും നമുക്ക് അറിയത്തില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അറിയുന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് നാടൻ മുട്ട വാങ്ങിയൊക്കെ ഉപയോഗിക്കുക. അല്ലെങ്കിൽ നല്ല ബ്രാൻഡുള്ള, പുറം രാജ്യങ്ങളിലുള്ളവരാണെങ്കിൽ നല്ല ബ്രാൻഡായിട്ടുള്ള മുട്ടകൾ വാങ്ങി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ആ മുട്ട മോശമായിട്ടില്ല എന്നും കൂടെ നിങ്ങൾ ഉറപ്പ് വരുത്തുക. എന്നിട്ട് മാത്രമേ നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുള്ളൂ. അപ്പോൾ ഇന്ന ഐറ്റംസ് മാത്രമല്ല, എന്ത് കാര്യങ്ങളും, ചിലർ രക്തചന്ദനം ഉപയോഗിക്കുന്നവരുണ്ട്, ചിലർ മുൾട്ടാണിമിൽറ്റി കുഞ്ഞുങ്ങളുടെ ദേഹത്ത് ഉപയോഗിക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നവർ പറയട്ടെ, അത് പ്യുവറാണ്, ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ളതാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാവുള്ളൂ. ചില ആൾക്കാർ ഹണിയൊക്കെ വാങ്ങി കുഞ്ഞുങ്ങളുടെ ബോഡിയിൽ അപ്ലൈ ചെയ്യാറുണ്ട്. അതൊക്കെ നല്ലതാണ്, മോശമെന്നല്ല പറയുന്നത്. പക്ഷേ ഹണിയിൽ ഒരുപാട് മോശം ക്വാളിറ്റിയുള്ള ഹണീസ് നമുക്ക് മാർക്കറ്റിൽ കിട്ടാനുണ്ട്. അതൊക്കെ വാങ്ങി നിങ്ങൾ മിക്സ് ചെയ്ത് കുഞ്ഞിൻ്റെ ബോഡിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ റിയാക്ഷൻസ് വരും, അതിൻ്റെയൊക്കെ റാഷസ് വരും. അപ്പോൾ നിങ്ങൾ എല്ലാം പ്യുവർ എന്നുള്ളത് മാത്രമേ നമ്മുടെ കുട്ടിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് നിർബന്ധമുള്ള കാര്യമാണ്. ഇനി ലാസ്റ്റ് പോയിന്റ്, എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് നിങ്ങൾ കുട്ടിയുടെ ദേഹത്ത് നിങ്ങൾ അപ്ലൈ ചെയ്തു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹോം റെമഡി നിങ്ങൾ കണ്ട് നിങ്ങളത് അപ്ലൈ ചെയ്തു, റാഷസ് കണ്ടു, അല്ലെങ്കിൽ അവിടെ ചെറിയതായിട്ട് റെഡ് പാച്ചസ് കണ്ടു, എന്തെങ്കിലും സ്കിന്നിൽ ചേഞ്ചസ് പോലെ അല്ലെങ്കിൽ എന്തൊരു അലർജി പോലെയോ നിങ്ങൾക്ക് തോന്നിയാൽ അവിടെ വെച്ച് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. ഇതെന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് വെച്ചാൽ, ചില പാരൻസ് പറയുന്ന കാര്യമാണ്, അതായത് പുതിയൊരു ക്രീം വാങ്ങി അത് അപ്ലൈ ചെയ്തു, അപ്പം കുഞ്ഞിൻ്റെ ദേഹത്ത് ഇങ്ങനെ ഒരു ചുവന്ന കുരുക്കൾ പോലെ കണ്ടു, പക്ഷേ അത് കുഴപ്പമില്ലായിരിക്കുമല്ലോ, ഞാനൊരു ഒരാഴ്ചയും കൂടെ കണ്ടിന്യൂ ചെയ്ത് നോക്കാം, ചിലപ്പോൾ സ്യൂട്ട് ആയെങ്കിലോ എന്ന് പറയാറുണ്ട്. നമ്മൾ മുതിർന്നവരെ സംബന്ധിച്ച് നമുക്ക് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കാം. അതായത് നമ്മുടെ സ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ മച്യൂർഡ് ആയിട്ടുള്ള സ്കിന്നാണ് നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ചുകൂടെ നല്ലപോലെ മച്യൂർഡ് ആയിട്ടുള്ള സ്കിന്നാണ്. അപ്പോൾ നമുക്കൊക്കെ ആദ്യമായിട്ട് ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിൽ അത് ചിലപ്പം പിമ്പിൾസ് ഒക്കെ വരും, പക്ഷെ അതൊരു 1 വീക്ക് കൊണ്ടൊക്കെ പോകും. പക്ഷെ കുട്ടികളെ സംബന്ധിച്ച് നമ്മൾ അങ്ങനെ ഒരു പരീക്ഷണത്തിന് നിൽക്കാൻ പാടില്ല. നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരു പ്രോഡക്റ്റ് നമ്മൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഹോം റെമഡീസ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ എന്തെങ്കിലും ഒരു റാഷസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് നിങ്ങൾ കാണുന്നു, നല്ല ചേഞ്ചസ് അല്ല, മോശമായിട്ട് എന്തെങ്കിലും ചേഞ്ചസ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് അവിടെ വെച്ച് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ നിൽക്കില്ല, പിന്നെയും പരീക്ഷിക്കാൻ വേണ്ടി നിൽക്കരുത്. കുഞ്ഞുങ്ങളുടെ സ്കിൻ എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും സെൻസിറ്റീവാണ്, പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന സ്കിന്നാണ്. അവിടെ വെച്ച് നമ്മൾ പിന്നെ കണ്ടിന്യൂ ചെയ്യരുത് ഒരിക്കലും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ എല്ലാവരും കേട്ടു എന്ന് കരുതുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു, ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാ മാതാപിതാക്കളോടും എത്തിച്ചു കൊടുക്കുക. കാരണം ഇത് ശ്രദ്ധിക്കാത്തതിൻ്റെ പേരിൽ പല അമ്മമാരും എന്നോട് പറയാറുള്ള കാര്യമാണ്, കുട്ടിക്ക് ഇന്നത് സംബന്ധിച്ചു, അങ്ങനെ സംബന്ധിച്ചു, അലോവേര ജെൽ ഉപയോഗിച്ചിട്ട് കുട്ടിക്ക് റാഷസ് വന്നു, അതുപോലെ തന്നെ എഗ് വൈറ്റ് ഉപയോഗിച്ചിട്ട് റാഷസ് വന്നു എന്ന് പറയാറുണ്ട്. അത് സ്കിൻ ടൈപ്പ് അറിയാതെ നമ്മൾ ഒരു കാര്യം നമ്മുടെ കുട്ടിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അതും ക്രീമുകളാണെങ്കിൽ തന്നെ നമ്മുടെ കുഞ്ഞിൻ്റെ സ്കിന്നിന്, ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഡ്രൈ സ്കിന്നിന് പറ്റുന്ന ക്രീമുകൾ മാത്രം ഉപയോഗിക്കുക. സെൻസിറ്റീവ് സ്കിന്നുള്ള കുട്ടികളാണെങ്കിൽ ഒരിക്കലും നമുക്ക് തോന്നുന്ന ക്രീമോ ലോഷൻസോ നമ്മൾ ഉപയോഗിക്കരുത്. ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരമുള്ളത് മാത്രം നിങ്ങൾ ഉപയോഗിക്കാൻ തീർച്ചയായും ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ